രണ്ട് തേപ്പ് തേക്കാതെ തന്നെ നമ്മളെ വീടിൻ്റെ മുന്നുകളിലൊക്കെ ഗ്രൂ കട്ടിങ് കൊടുക്കുക. അത് ചെയ്യേണ്ട ഇതെത്ര പണിയുള്ളൂ. ഇതൊക്കെ ലെവൽ ചെയ്ത് പൊക്ക വാട്ടർ ലെവൽ ചെയ്ത് മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതൊക്കെ ചെറിയൊരു കനത്തിൽ ഇവിടെ അടിച്ചിട്ടും കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു തേപ്പ് തേച്ച കട്ടിങ് ആക്കി എടുക്കുക. ഫില്ലറിൻ്റെ സൈഡിൽ 2 ലൈന് വരാണ്ട് അതിപ്പോൾ അവിടെ മാർക്ക് ചെയ്ത് ജോയിൻറ്റിലൊക്കെ നെറ്റ് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ലെവൽ ചെയ്യണത്. മുന്നിൽ നല്ലൊരു മരമൊക്കെ ഉണ്ട്, നല്ല കാഴ്ചയുള്ളൊരു മരമാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ ഇതൊക്കെ അടച്ചു പോരുന്നത്. പൈപ്പുകളൊക്കെ ഉണ്ട്, പൈപ്പൊക്കെ ഫുള്ള് കവർ ചെയ്തിട്ട് ഇങ്ങനെ പോരുന്നത്. എന്നാലത് പിന്നീട് ഒരു തേപ്പിൽ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇങ്ങനത്തെ കട്ടിങ്ങിനൊക്കെ ഇത് ഒറ്റയടിക്ക് ചെയ്താൽ പോരെ? കൂടുതലൊന്നും നമ്മൾ തേച്ച് 2 വട്ടമൊന്നും തേക്കേണ്ട ആവശ്യമില്ല, വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ പണി കഴിഞ്ഞാൽ നമ്മളെ ചാനലിൽ വരും. ഗ്രൂ വെട്ടാനും അതിലൊക്കെ റെഡിയായി. ഇനി ഉണങ്ങിയിട്ട് ഇതിൻ്റെ മേലെ ഇങ്ങോട്ട് അടിച്ചാൽ വൃത്തിയായി. 2 ലൈനാണ് ഇപ്പോൾ ഗ്രൂ കട്ടിങ് ഇതിന് ഒക്കെ ഇടുന്നത്. അപ്പോൾ ഇതുപോലുള്ള വർക്കുകളൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്യണത്. കാലത്തെ ഫൗണ്ടേഷൻ ആയിരുന്നു, അതിന്മേലാണ് ഇപ്പോൾ ഈ മതിലൊക്കെ കെട്ടിക്കണത്. അപ്പോൾ ഒരു അടിയൊന്നും വലിയൊരു ബലമൊന്നുമില്ല. അപ്പോൾ ഇനി ഒരു പലക ചാരിയിട്ടൊക്കെ ഒന്ന് കോൺക്രീറ്റ് ചെയ്യണം. ഇങ്ങനത്തെ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ മതിലിനൊരു ബലത്തിന് വേണ്ടിയിട്ട് സൈഡിൽ കൂടെ ഒരു പലക ചാരിയിട്ട് കുറച്ച് കോൺക്രീറ്റ് കൊടുക്കുക. കോൺക്രീറ്റ് ചെയ്യാൻ സിമെൻറ്റും പൊടിയൊക്കെ മിക്സ് ചെയ്യാണ്. ഇവിടെ സൈഡിന് കമ്പിയൊക്കെ ചാരി വെച്ചേക്കാണ്. അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റുള്ള നിർബന്ധമാണ്. അതിന് സ്ട്രോങ് പുറത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും കോൺക്രീറ്റ് ഇടണം കുറച്ച് ഭാഗം. സൈഡിന് പലകയൊക്കെ ചാരി കോൺക്രീറ്റൊക്കെ കൊടുത്തു. എന്തായാലും നീളം വരെ ഫുള്ള് കോൺക്രീറ്റ് കൊടുത്തേക്കണം. ഇവിടെ 2 സ്റ്റെപ്പൊക്കെ ഇപ്പോൾ എന്തായാലും ഇട്ടു. കോൺക്രീറ്റിലാണ് ഫുള്ള് സ്റ്റെപ്പൊക്കെ ഇട്ടത്.